നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ മനുഷ്യനും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയാണ് ഭൂമിയിലേക്ക് വരുന്നത്. എന്നാൽ ചില ആത്മാക്കൾക്ക് ജന്മം കൊണ്ട് തന്നെ ഒരു പ്രത്യേക ദൈവിക പരിരക്ഷയും ഒരു അദൃശ്യമായ കൈത്താങ്ങും ഒരു ശക്തമായ കവചവും ലഭിച്ചിട്ടുണ്ടെന്ന് ജ്യോതിഷ ശാസ്ത്രവും പുരാണങ്ങളും ഒരുപോലെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളെ നാം കണ്ടിട്ടുണ്ടാകും. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അവസാന നിമിഷം അവർ രക്ഷപ്പെടും. എത്ര വലിയ ദുരിതങ്ങൾ നേരിട്ടാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ആരെങ്കിലും അവരെ അന്യായമായി വേദനിപ്പിച്ചാൽ പ്രതികാരം ചെയ്യാൻ അവർ ശ്രമിക്കില്ല. പക്ഷേ കാലം തന്നെ അവർക്ക് വേണ്ടി മറുപടി നൽകും. ഇത്തരം വ്യക്തികളുടെ ജീവിതത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു അദൃശ്യ ശക്തിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ ശക്തിയെ പലരും ശിവകവചം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം ജന്മനാ ലഭിച്ച ചില നക്ഷത്ര ജാതകരുണ്ട്. പ്രത്യേകിച്ച് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഭഗവാന്റെ ശിവന്റെ പ്രത്യേക അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടെന്നാണ് ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഇവർ ആരെയും ഉപദ്രവിക്കില്ല, ആരോടും വൈരാഗ്യം സൂക്ഷിക്കില്ല. പക്ഷേ ഇവരുടെ കണ്ണുനീർ വെറുതെയാകില്ല. ഇവരുടെ മനസ്സ് നൊന്താൽ ആ വേദന പ്രപഞ്ചം കേൾക്കും എന്നാണ് വിശ്വാസം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശിവകവചം ജന്മനാ ലഭിച്ചിട്ടുള്ള ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും എന്തുകൊണ്ടാണ് ഇവരെ മഹാദേവന്റെ പ്രിയപ്പെട്ടവർ എന്ന് വിശേഷിപ്പിക്കുന്നതെന്നുമാണ്. വീഡിയോ ആരംഭിക്കുന്നതിനു മുൻപ് ഭഗവാൻ മഹാദേവനോടുള്ള ഭക്തിയോടെ ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ആദ്യം പറയുവാനുള്ള നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ മഹാദേവന്റെ പ്രത്യേക അനുഗ്രഹം ജന്മന ലഭിച്ചവരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അവസാന നിമിഷം അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു അത്ഭുതം പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. പലരും കൈവിട്ട സാഹചര്യങ്ങളിൽ പോലും അദൃശ്യമായ ഒരു കൈ ഇവരെ താങ്ങി നിർത്തുന്നത് പോലെ അനുഭവപ്പെടും. പലപ്പോഴും അവർ തന്നെയും ചിന്തിച്ചിട്ടുണ്ടാകും, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന്. അതാണ് ശിവകൃപയുടെ ശക്തി എന്ന് പറയുന്നത്. ഇവരുടെ മനസ്സ് വളരെ ശുദ്ധമാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ മടിയില്ലാത്തവരുമാണ്. എന്നാൽ ഇവരെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നവർക്ക് കാലം തന്നെ മറുപടി നൽകും എന്നതാണ് വിശ്വാസം. അടുത്തതായി തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രം ശിവഭഗവാനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ആത്മീയ ശക്തി വളരെ കൂടുതലായിരിക്കും. ഇവരുടെ വാക്കുകൾ പലപ്പോഴും സത്യമായി ഭവിക്കുന്നതായി കാണാം. മനസ്സിൽ നിന്ന് ആരെയെങ്കിലും അനുഗ്രഹിച്ചാൽ അത് ഫലിക്കുകയും വേദനിച്ച ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാവുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നു. ജീവിതത്തിൽ എത്ര കഷ്ടതകൾ വന്നാലും ഭഗവാനിലുള്ള വിശ്വാസം ഇവർ കൈവിടാറില്ല. അതുകൊണ്ട് തന്നെ പല ദുരിതങ്ങളിൽ നിന്നും ഇവർ അത്ഭുതകരമായി കരകയറുന്നതും കാണാൻ സാധിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസവും വളരെ കൂടുതലായിരിക്കും. ഏത് സാഹചര്യത്തിലും തലകുനിക്കാതെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ. ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നാലും പൂർണ്ണമായി തകർന്നു പോകാതെ നിലനിൽക്കുവാനുള്ള ഒരു ഭാഗ്യം ഇവർക്കുണ്ട്. പലപ്പോഴും അവസാന നിമിഷം സഹായങ്ങൾ എത്തിച്ചേരും. ഭഗവാൻ ശിവന്റെ അദൃശ്യമായ സംരക്ഷണം ഇവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതായി തോന്നുന്ന നിരവധി അനുഭവങ്ങൾ ഇവർക്കുണ്ടാകും. കുടുംബത്തിന്റെ അഭിമാനവും ഐശ്വര്യവും ഉയർത്തുന്നവരായിരിക്കും ഇവർ. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതം പുറമേ കാണുന്നത്ര എളുപ്പമല്ല. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിലൊളിപ്പിച്ച് ജീവിക്കുന്നവരാണ് ഇവർ. സ്വന്തം വേദന മറ്റുള്ളവരോട് പറയാതെ സഹിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. എന്നാൽ ഇവരുടെ കണ്ണുനീർ വെറുതെയാകില്ല. മനസ്സുരുക്കി ഭഗവാനെ വിളിച്ചാൽ അതിന് മറുപടി ലഭിക്കും. പലപ്പോഴും ജീവിതത്തിൽ വൈകിയാണെങ്കിലും നീതി ലഭിക്കുന്നവരാണ് ഇവർ. ശിവഭഗവാന്റെ കരുതൽ നിഴൽ പോലെ ഇവരുടെ കൂടെ ഉണ്ടാകും. അടുത്തതായി അഞ്ചാമതായി മകം നക്ഷത്രം. മകം പിറന്ന മങ്ക എന്ന പഴമൊഴി കേട്ടിട്ടുണ്ടാകും. അതിന് പിന്നിലൊരു കാരണമുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ജന്മന ഐശ്വര്യയോഗം ഉള്ളവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു.
ഒരു കുടുംബത്തിലേക്ക് ഇവർ എത്തിച്ചേരുമ്പോൾ ആ വീട്ടിൽ പുരോഗതിയും ഉയർച്ചയും ഉണ്ടാകുന്നതായി പലരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നേതൃപാടവം, ആത്മവിശ്വാസം, കാര്യപ്രാപ്തി എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. മഹാദേവന്റെ അനുഗ്രഹം ഇവരുടെ ജീവിതയാത്രയിൽ പല ഘട്ടങ്ങളിലും പ്രകടമാകും. ആറാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ ദുഃഖം കണ്ടു നിൽക്കുവാൻ കഴിയില്ല. സ്വന്തം കയ്യിൽ കുറവാണെങ്കിലും മറ്റൊരാളെ സഹായിക്കുവാൻ മുന്നോട്ട് വരുന്നവരാണ് ഇവർ. സത്യസന്ധതയും കരുണയും ഇവരുടെ പ്രധാന സ്വഭാവങ്ങളാണ്. ഭഗവാനോടുള്ള ഭക്തി ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രാർത്ഥനകൾക്ക് വളരെ വേഗം ഫലം ലഭിക്കുന്നതായി പറയപ്പെടുന്നു. ഇവരെ വേദനിപ്പിക്കുന്നവർക്ക് പിന്നീട് അതിൽ ഖേദിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. ഇനി അടുത്തതായി ഏഴാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. നാഗശക്തിയുമായി ബന്ധമുള്ള നക്ഷത്രമാണ് ആയില്യം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അസാധാരണമായ ഉൾക്കാഴ്ചയും മനഃശക്തിയും ഉണ്ടായിരിക്കും. ആരെങ്കിലും കള്ളം പറയുകയോ ചതിക്കുകയോ ചെയ്യുന്നത് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പുറമേ ശാന്തരായി തോന്നുമെങ്കിലും ഉള്ളിൽ അതിശക്തമായ മനസ്സ് ഇവർക്കുണ്ട്. ഭഗവാൻ ശിവന്റെയും നാഗദേവതകളുടെയും അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകമായി പ്രവർത്തിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. എട്ടാമത്തെ നക്ഷത്രം ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രക്കാർ ശുദ്ധഹൃദയരാണ്. ആരെയും ഉപദ്രവിക്കുവാനോ പ്രതികാരം ചെയ്യുവാനോ ഇവർ ശ്രമിക്കാറില്ല. എന്നാൽ ഇവരുടെ നന്മയെ ദുരുപയോഗം ചെയ്യുന്നവരും ജീവിതത്തിൽ ഉണ്ടാകും. അത്തരക്കാർക്ക് കാലം തന്നെ മറുപടി നൽകുന്ന സാഹചര്യം പലപ്പോഴും കാണാം. കുടുംബത്തിനും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ഇവർ. മഹാദേവന്റെ അനുഗ്രഹം ഇവരെ ജീവിതത്തിലെ വലിയ വീഴ്ചകളിൽ നിന്ന് സംരക്ഷിക്കുവാറുമുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ ഒൻപതാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ജീവിതത്തിൽ പലതവണ പുനർജന്മം പോലെ ഉയർത്തെഴുന്നേൽക്കേണ്ടി വരും. പല പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ ഓരോ തവണയും അതിൽ നിന്ന് കൂടുതൽ ശക്തരായി ഇവർ തിരിച്ചു വരും. കഷ്ടകാലങ്ങളിൽ എവിടെ നിന്നോ ഒരു സഹായം ലഭിക്കുക, ഒരു നല്ല വാർത്ത ലഭിക്കുക, ഒരു വഴി തുറക്കുക തുടങ്ങിയ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പതിവാണ്. അത് മഹാദേവന്റെ അദൃശ്യമായ കൈത്താങ്ങാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ശിവകവചം ജന്മനാ ലഭിച്ചിട്ടുള്ളതായി വിശ്വസിക്കപ്പെടുന്ന ആ 9 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിൽ നിങ്ങളുടെ നക്ഷത്രമോ നിങ്ങളുടെ അമ്മയുടെയോ ഭാര്യയുടെയോ മകളുടെയോ നക്ഷത്രമോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഓർക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കരുത്. പ്രത്യേകിച്ച് കണ്ണുനീരിനെ നിസാരമായി കാണരുത്. കാരണം ഒരു നിഷ്കളങ്ക ഹൃദയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അതിശക്തിയുണ്ട്. ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.